ഹായ് എവ്രിവൺ, ഏവർക്കും നമസ്കാരം. മൊഴി മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG മലയാളത്തിലെ സെക്കൻഡ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ള മലയാള നാടകം എന്ന പേപ്പറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കേളു എന്നുള്ള നാടകമാണ് ഇന്ന് മൊഴി മലയാളം പഠനവിധേയമാക്കുന്നത്. N ശശിധരനും EP രാജഗോപാലനും ചേർന്ന് എഴുതിയ കേളു എന്ന നാടകവുമായി ബന്ധപ്പെട്ടിട്ട് ആ നാടകത്തിന്റെ ഇതിവൃത്തം, കഥാസംഗ്രഹം എന്താണ്, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്താണ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് കേളു എന്ന നാടകത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ഇതിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങള്, അതുപോലെ തന്നെ നാടകത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട അനോട്ടേഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. കേളു നാടകം N ശശിധരനും EP രാജഗോപാലനും ചേർന്ന് എഴുതിയ നാടകമാണ് കേളു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം പ്രമാണിച്ച് കേളു നായർ സ്മാരക ട്രസ്റ്റ് ഒരു നാടകം അവതരിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ ആ സ്മാരക ട്രസ്റ്റിന്റെ ഒരു യോഗത്തിലാണ് നമ്മുടെ നാടകം ആരംഭിക്കുന്നത്. ഈ യോഗത്തിൽ ആരംഭിച്ച് അദ്ദേഹത്തിന്റെ മരണവാർത്ത, വിദ്വാൻ P കേളു നായരുടെ മരണവാർത്തയെ തുടർന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു മുഖപ്രസംഗം വരികയാണ്. ആ മുഖപ്രസംഗത്തിൽ അവസാനിക്കുന്ന നാടകമാണ് കേളു എന്ന നാടകം. കാലങ്ങൾ തമ്മിലുള്ള സംവാദം കൂടിയാണ് കേളു എന്ന നാടകം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വിദ്വാൻ P കേളു നായർ നമുക്ക് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള വ്യക്തിയാണ്. ഈ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് അദ്ദേഹത്തെ കൂടുതലായിട്ട് പരിചയപ്പെടാം. വിദ്വാൻ P കേളു നായരുടെ ജീവചരിത്രം എഴുതിയത് ആരാണ്? ബാലകൃഷ്ണൻ നമ്പ്യാരാണ്. വിദ്വാൻ P കേളു നായരുടെ ജീവചരിത്രം എഴുതിയത് ബാലകൃഷ്ണൻ നമ്പ്യാരാണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണേ, PG വിദ്യാർത്ഥികളാണ്, നെറ്റ് എക്സാം എഴുതാനായിട്ട് എടുക്കുന്നവരാണ്. പത്രത്തിലുള്ള ഒരുപാട് നെറ്റ് എക്സാമിന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഉതകുന്ന ഒരുപാട് പോയിന്റ് ഒരു നാടകം കൂടിയാണിത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സിലബസ് പ്രകാരം, നെറ്റ് പരീക്ഷയുടെ സിലബസ് പ്രകാരം നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ജീവചരിത്രം പഠിക്കാനുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഒരു പോയിന്റ് കൂടിയാകട്ടെ ഇത്. അപ്പോ PGയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ നെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് കൂടിയാണ് എടുക്കാറുള്ളത്. അത്തരത്തിൽ കൂടി നിങ്ങളുടെ നോട്ടെഴുത്ത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളും ശ്രമിക്കണം. അപ്പൊ വിദ്വാൻ P കേളു നായരുടെ ജീവചരിത്രം മലയാളത്തിലേക്ക് എഴുതിയത് ആരാണ്? ബാലകൃഷ്ണൻ നമ്പ്യാരാണ്. അപ്പോ ഈ യോഗം ബാലകൃഷ്ണൻ നമ്പ്യാരെ ഏൽപ്പിക്കുകയാണ്. എന്ത്? വിദ്വാൻ P കേളു നായരെ കുറിച്ചിട്ട് ഒരു നാടകം എഴുതേണ്ടുന്ന ചുമതല ഈ ബാലകൃഷ്ണൻ നായരിനെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ബാലകൃഷ്ണൻ നായരും കേളു നായരും തമ്മിലുള്ള പ്രശ്നത്തിൽ നിന്ന് കേളു നായർ തന്നെ രചിച്ച പാക്കനാർ ചരിതത്തിലെയും പാതുക പട്ടാഭിഷേകത്തിലെയും രംഗങ്ങൾ ചേർന്നുകൊണ്ടാണ് കേളു എന്ന നാടകം മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ ഈ വിദ്വാൻ P കേളു നായർ സ്ഥാപിച്ച വിദ്യാലയത്തിലെ ഒരു അധ്യാപകനായിരുന്നു മഹാകവിയായ P കുഞ്ഞിരാമൻ നായർ. ഈ P കുഞ്ഞിരാമൻ നായർ അടക്കം മലയാള സാഹിത്യത്തിലെയും സംസ്കാരത്തിലെയും ഒട്ടനവധി പ്രതിഭകളുടെ പേരുകളും അവരെ കുറിച്ചുള്ള പരാമർശങ്ങളും കടന്നു വരുന്ന നാടകം കൂടിയാണ് ഏത് നാടകം? കേളു എന്നുള്ള നാടകം. നാടകത്തിനുള്ളിൽ നാടകം, അതിനുള്ളിൽ നാടകം എന്നിങ്ങനെ 3 തട്ടുകളിലേക്ക് കയറി ഇറങ്ങുന്ന നാടകമാണ് കേളു എന്ന നാടകം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പൊ ഇതൊരു വെറും ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ വെച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് ആദ്യം നാടകത്തിന്റെ ഒരു കൂട്ട് കൃതിയാണ് ഏത്? കേളു എന്നുള്ള കൃതി. ആരൊക്കെ ചേർന്നിട്ടാണ് എഴുതിയിരിക്കുന്നത്? N ശശിധരനും EP രാജഗോപാലനും ചേർന്നിട്ടാണ് കേളു എന്ന നാടകം എഴുതിയിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. N ശശിധരൻ മലയാളത്തിലെ സാഹിത്യ നിരൂപകനും നാടകകൃത്തും തിരക്കഥാകൃത്തുമാണ് N ശശിധരൻ. KP അപ്പൻ, നരേന്ദ്രപ്രസാദ് എന്നിവരുടെ തലമുറയ്ക്ക് ശേഷം ആധുനികതയുടെ ആശയങ്ങൾ പിന്തുടർന്നുകൊണ്ട് ശശിധരൻ മാർക്സിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനവും ഉത്തരാധുനിക നിലപാടുകളും തന്റെ കൃതികളിലൂടെ പ്രകടമാക്കാൻ തുടങ്ങിയ എഴുത്തുകാരനാണ് N ശശിധരൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങൾ നമുക്ക് നോക്കാം. ചരിത്രഗാഥ, കളി, ഉഷ്ണകാലം, വാണിഭം, ഉടമ്പടിക്കോലം. ഈ ഉടമ്പടിക്കോലം എന്നുള്ളതും N ശശിധരനും EP രാജഗോപാലനും ചേർന്ന് നാടകമാണ് കേട്ടോ. അതുപോലെ തന്നെ കേളു EP രാജഗോപാലനും N ശശിധരനും കൂടി ചേർന്ന് എഴുതിയ നാടകമാണ് കേളു. അടുക്കള, രാവണൻ കോട്ട, ഹിംസാടനം, ഏകാന്തത, പച്ചപ്ലാവില, ജീവചരിത്രം, ജാതിഭേദം. പിന്നെ കുട്ടികളുടെ വീട് എന്ന പേരിൽ കുട്ടികളുടെ നാടകങ്ങളും ആരെഴുതിയിട്ടുണ്ട്? N ശശിധരൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് N ശശിധരൻ. N ശശിധരന്റെ നാടകമാണ് ഏതൊക്കെ? ഉഷ്ണകാലം എന്നുള്ള നാടകം, ഉടമ്പടിക്കോലവും കേളും. അത് എക്സാം ഓറിയന്റഡ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. നെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നോട്ട് ചെയ്യാനുള്ള നാടകമാണ് രാവണൻ കോട്ട. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
എക്സാം ഓറിയന്റഡ് ആയിട്ട് എൻ ശശിധരനെ കുറിച്ച് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. പക്ഷെ നെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാടകങ്ങളെ മാത്രമല്ല ഇതര കൃതികളെ കുറിച്ചിട്ടും നമുക്ക് എന്ത് വേണം, അറിവുണ്ടായിരിക്കണം. അല്ലെ മക്കളെ? യെസ്. അപ്പൊ എൻ ശശിധരന്റെ മറ്റു പഠന ഗ്രന്ഥങ്ങൾ നോക്കാം. ആദ്യം നമ്മൾ പഠനങ്ങളാണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പല കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും നെറ്റ് സെറ്റ് പോലെയുള്ള പല കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ചോദിക്കുന്ന ഒരു കൃതിയാണ് കഥകാലം പോലെ എന്നുള്ളത്. എൻ ശശിധരന്റെ പഠന ഗ്രന്ഥമാണ് കഥകാലം പോലെ. അതുപോലെ വാക്കിൽ പാകപ്പെടുത്തിയ ചരിത്രവും ഇദ്ദേഹത്തിന്റെ പഠന ഗ്രന്ഥമാണ്. അതുപോലെ മെതിയടി മഷി എന്ന പേരിൽ സ്മൃതി ചിത്രങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നെയ്ത്തുകാരൻ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് ഇദ്ദേഹമാണ്. ഏകാന്തത പോലെ തിരക്കേറിയ പ്രവൃത്തി വേറെയൊന്നില്ല എന്നുള്ളത് എൻ ശശിധരന്റെ ലേഖന സമാഹാരമാണ്. ഇത്രയും കാര്യങ്ങൾ കൂടി നെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇത് പറഞ്ഞു അല്ലെ, എൻ ശശിധരനും ഇ പി രാജഗോപാലിനും ഒന്നിച്ച് എഴുതിയതാണ് കേളു. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ആരെയാണ് നോക്കുന്നത്? ഇ പി രാജഗോപാലിനെയാണ് നോക്കുന്നത്. മലയാളത്തിലെ സാഹിത്യ നിരൂപകനും വിമർശകനും നാടകകൃത്തുമാണ് ഇ പി രാജഗോപാലൻ. മലയാള നിരൂപണത്തിൽ ആധുനികതയുടെ കാലത്തിന് ശേഷം കടന്നു വന്ന ചരിത്രോന്മുഖമായ വിമർശന രീതിയുടെ ഊർജ്ജസ്വലനായിട്ടുള്ള പ്രയോക്താവാണ് ഇ പി രാജഗോപാലൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പഠന ഗ്രന്ഥങ്ങളും മറ്റു കൃതികളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കവിതയുടെ ഗ്രാമങ്ങൾ, മീനും കപ്പലും, കഥയും ആത്മകഥയും, സ്വപ്നവും ചരിത്രവും, ലോകത്തിന്റെ വാക്ക്, നാടകം, ദേശം എന്നിവ ഇ പി രാജഗോപാലിന്റെ പഠന ഗ്രന്ഥങ്ങളാണ്. നാടക വിമർശനത്തിലും നാടക രചനയിലും സംഭാവനകളുണ്ട്. 2 നാടകങ്ങളിൽ എൻ ശശിധരനൊപ്പം രചയിതാവായി. ഏതൊക്കെയാണ് 2 നാടകങ്ങൾ? ഉടമ്പടിക്കോലവും കേളുവും. ഓക്കെ. പിന്നെ സാൽവദോർ ദാലിയുടെ ആത്മകഥകൾ ഇ പി രാജഗോപാലൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സ്വപ്നവും ചരിത്രവും എന്നുള്ള കൃതി തായാട്ട് ശങ്കരൻ അവാർഡിന് അർഹമായിട്ടുള്ള ഇ പി രാജഗോപാലന്റെ കൃതിയാണ്. എഴുത്തുകാരെ 2 പേരെയും കുറിച്ച് നമ്മൾ കണ്ടു ഇല്ലേ? കേളു എന്നുള്ള നാടകം എൻ ശശിധരനും ഇ പി രാജഗോപാലനും ചേർന്ന് എഴുതിയ നാടകമാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ കേളു എന്നുള്ളത് എന്താണ്? ഒരു ജീവചരിത്ര നാടകമാണ്. മലയാള സാഹിത്യത്തിലും സംസ്കാരത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്വാൻ പി കേളു നായരുടെ ജീവിതമാണ് കേളു എന്നുള്ള നാടകത്തിൽ അനാവൃതമാക്കിയിരിക്കുന്നത്. അപ്പോ ആരാണ് ഈ പി കേളു നായർ എന്നതിനെ കുറിച്ചിട്ട് എന്തായാലും നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. മലയാള സംഗീത നാടക പ്രസ്ഥാനത്തിന് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് വിദ്വാൻ പി കേളു നായർ. തമിഴ് ചുവയുള്ള നാടകങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് തന്റേതായ ശൈലിയിൽ മലയാളത്തിൽ സംഗീത നാടകങ്ങൾ രചിച്ച് അവതരിപ്പിക്കുകയും പുതിയൊരു ആസ്വാദന അനുഭവം പ്രദാനം ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് വിദ്വാൻ പി കേളു നായർ. തമിഴ് രീതിയെ അനുകരിച്ചുകൊണ്ടുള്ള നാടകങ്ങളായിരുന്നു ആദ്യകാലത്ത് മലയാളത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും വിഭിന്നമായി മലയാളത്തിന് സ്വന്തമായിട്ടൊരു രീതി വേണമെന്നും അത്തരത്തിൽ നാടകങ്ങൾ മലയാളത്തിൽ രചിക്കണമെന്നും ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ്. അത്തരത്തിലുള്ള നാടകങ്ങൾ രചിച്ച് സംവിധാനം ചെയ്ത വ്യക്തി കൂടിയാണ് ആരെ? വിദ്വാൻ പി കേളു നായർ. നാടകങ്ങളിലെ ഇതിവൃത്തങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയുള്ളവയായിരുന്നു? പുരാണ കഥകളെ ആധാരമാക്കിയിട്ടുള്ളതായിരുന്നു. അവയുടെ കഥയുടെ ഒഴുക്കിനിടയിൽ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും വിപ്ലവാദർശങ്ങളും എല്ലാം കേളു നായരുടെ നാടകങ്ങളിൽ സാധാരണമായിരുന്നു. അപ്പോ എന്താണ്? പുരാണ നാടകങ്ങൾ കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ സമകാലികമായിട്ടുള്ള സാധാരണക്കാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമകാലികമായിട്ടുള്ള സംഭവങ്ങൾ തന്റെ നാടകങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു വിദ്വാൻ പി കേളു നായർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മ, ജാതി സ്പർദ്ധ ഇവയ്ക്കെതിരായി തന്റെ തൂലിക ഉപയോഗിച്ച വ്യക്തിയാണ് വിദ്വാൻ പി കേളു നായരെ. നാടകം നടത്തി കിട്ടിയിരുന്ന തുക സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് ആയിട്ടായിരുന്നു ഇദ്ദേഹം ശ്രമിച്ചിരുന്നത്. അജാനൂർ ഭാരത യുവ സംഘത്തിന്റെ അധ്യക്ഷനായിരുന്ന മലയാളിയായിരുന്ന വ്യക്തിയാണ് വിദ്വാൻ പി കേളു നായരെ. ശക്തി എന്ന് പറയുന്ന മാസികയുടെ പത്രാധിപർ എന്ന നിലകളിലും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ വിദ്വാൻ പി കേളു നായരുടെ കൃതികൾ നോക്കുന്നുണ്ട്. നെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് അജാനൂർ ഭാരത് യുവ സംഘത്തിന്റെ അധ്യക്ഷനായ മലയാള വ്യക്തി ആരായിരുന്നു, അല്ലെങ്കിൽ അത് ആരുമായിട്ട് ബന്ധപ്പെടുന്ന സംഘടനയാണ് എന്ന രീതിയിലൊക്കെ ചോദ്യം വരാറുണ്ട്. വിദ്വാൻ പി കേളു നായർ ഈ സംഘത്തിന്റെ അധ്യക്ഷനായിരുന്നു. അതുപോലെ തന്നെ ശക്തി മാസികയുടെ പത്രാധിപരായിരുന്ന കേരള സാംസ്കാരിക നേതാവ്. ചോദ്യം വരാം, ആരായിരുന്നു? വിദ്വാൻ പി ആയിട്ട് ശ്രമിക്കാം.
മലയാള നാടക രംഗത്തിനും മലയാള സാംസ്കാരിക രംഗത്തിനും അനവധി സംഭാവനകൾ നൽകിക്കൊണ്ട് അകാലത്തിൽ വിട പറഞ്ഞ വ്യക്തിയാണ് വിദ്വാൻ പി കേളുനായർ. 1929 ഏപ്രിൽ 18 വെള്ളിക്കോത്ത് വിജ്ഞാനദായിനി സംസ്കൃത പാഠശാലയിൽ ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു വിദ്വാൻ പി കേളുനായരെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ കൃതികളിലേക്ക് കടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന മലയാള നാടകവേദിക്ക് ഒട്ടനവധി സംഗീത നാടകങ്ങൾ സംഭാവന ചെയ്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഗീത നാടകങ്ങൾ നോക്കാം. ലങ്കാദഹനം, ശ്രീകൃഷ്ണ ലീല അഥവാ ജനാർദ്ദനദാസ ചരിതം, പാക്കനാർ ചരിതം, പാതുക പട്ടാഭിഷേകം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പാക്കനാർ ചരിതം, പാതുക പട്ടാഭിഷേകം. ഈ കേളു എന്ന നാടകത്തിന്റെ ഉള്ളിൽ വരുന്ന രണ്ട് നാടകങ്ങളാണ് പാതുക പട്ടാഭിഷേകവും. കബീർദാസ ചരിതം, വിവേകോദയം, സമ്പൂർണ്ണ രാമായണം, പ്രഹ്ലാദ ചരിതം തുടങ്ങിയ നാടകങ്ങളും ആരുടേതായിട്ടുണ്ട്? കേളുവിൻ്റെതായിട്ടുണ്ട്. അപ്പൊ നെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ലങ്കാദഹനം, പാക്കനാർ ചരിതം, പാതുക പട്ടാഭിഷേകം, കബീർദാസ ചരിതം തുടങ്ങിയ കൃതികൾ നോട്ട് ചെയ്ത് വെക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി വിദ്വാൻ പി കേളുനായർ എഴുതുകയും അഭിനയിക്കുകയും ലങ്കാദഹനുണ്ട്, പാതുക പട്ടാഭിഷേകമുണ്ട്, പാക്കനാർ ചരിതമുണ്ട്, കബീർദാസ് ചരിതമുണ്ട്, വിവേകോദയ ജയുണ്ട്. അപ്പോ ഇദ്ദേഹം എഴുതിയ നാടകങ്ങൾ ഇദ്ദേഹം ചെയ്തത്, അതായത് അന്ന് നിലവിലിരുന്ന തമിഴ് സംഗീത നാടക ശൈലികളിൽ നിന്ന് വേണം, വേഷത്തിലും ഭാവത്തിലും നടപ്പിലും കൊണ്ട് മലയാളത്തിന് സ്വന്തമായ ഒരു രീതി വേണം ശഠിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ആര്? വിദ്വാൻ പി കേളുനായർ. കേളു എന്നുള്ള നാടകത്തിൽ കടന്നിരുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രം വിദ്വാൻ പി കേളുനായരാണ്. പിന്നെ ഈ വിദ്വാൻ പി കേളുനായരാണ് പറഞ്ഞല്ലോ, ഈ നാടകത്തിന്റെ ഉള്ളിൽ നാടകമുള്ള ഒരു നാടകമാണ് കേളു. നാടകം തുടങ്ങുന്നത് കേളുനായർ സ്മാരക ട്രസ്റ്റ് ഒരു നാടകം അവതരിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ആരെ കുറിച്ചിട്ടുള്ള നാടകമാണ്? വിദ്വാൻ പി കേളുനായരുടെ ജീവിതമാണ് നാടകമാക്കാൻ തുടങ്ങുന്നത്. ഇതിൽ നിന്നാണ് ഈ നാടകം ആരംഭിക്കുന്നത് തന്നെ. ആരായിരുന്നു അത്? കെ ബാലകൃഷ്ണൻ നമ്പ്യാർ. ഈ കെ ബാലകൃഷ്ണൻ നമ്പ്യാരെ നാടകം എഴുതാനായിട്ട് ഏൽപ്പിക്കുകയാണ്, ട്രസ്റ്റിലെ ആളുകളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ നാടകം വേദിയിൽ ആരംഭിക്കുന്നത്. അപ്പൊ വിദ്വാൻ പി കേളുനായരെ, കെ ബാലകൃഷ്ണൻ നമ്പ്യാർ ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ്. പിന്നീട് വരുന്ന കഥാപാത്രങ്ങളാണ് വിദ്വാൻ പി കേളുനായരുടെ ഭാര്യയായ മീനാക്ഷി, മീനാക്ഷിയുടെ അച്ഛനായ ധേർമൻ നായര്, പിന്നെ AC കണ്ണൻ നായരെ, KT കുഞ്ഞിരാമൻ നമ്പ്യാരെ, ചോട്ടാ ലാൽ ഭട്ട്, മഹാകവി കുഞ്ഞിരാമൻ നമ്പ്യാരെ, K മാധവൻ, 4 വിദ്വാൻമാർ വരുന്നുണ്ട്, അനേകം കോൺഗ്രസ് പ്രവർത്തകർ വരുന്നുണ്ട്. പിന്നെ തരവത്ത് അമ്മാളു അമ്മ, കടത്തനാട്ട് മാധവി അമ്മ എന്നിവരെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഏത് നാടകത്തിൽ കടന്നു വരുന്നുണ്ട്? കേളു എന്നുള്ള നാടകത്തില് കടന്നു വരുന്നുണ്ട്. ഇനി നാടകത്തിന്റെ ഇതിവൃത്തം നോക്കുന്ന സമയത്ത് വരുന്ന കഥാപാത്രങ്ങളെ എല്ലാം നമുക്ക് പരിചയപ്പെടാം. കേളു എന്നുള്ള നാടകത്തിന്റെ കഥയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ പറഞ്ഞു വിദ്വാൻ പി കേളുനായരുടെ സ്മാരക ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം 1997 നടക്കുകയാണ്. അവിടെ നിന്നാണ്, ആ കമ്മിറ്റി യോഗത്തോടു കൂടിയാണ് ഏത് നാടകം ആരംഭിക്കുന്നത്? കേളു എന്നുള്ള നാടകം ആരംഭിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തനം നവോത്ഥാന K മാധവനും മറ്റാറു പേരുമാണ് ഈ യോഗത്തിന് വേണ്ടിയിട്ട് അവിടെ ഒത്തുചേരുന്നത്. കേളുനായരെ കുറിച്ചിട്ടൊരു നാടകം എഴുതി അവതരിപ്പിക്കണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. വിദ്വാൻ പി കേളുനായരുടെ ജീവചരിത്രം തന്നെയാണ് കേളുനായരെ കുറിച്ചുള്ള നാടകം എഴുതാൻ യോഗ്യൻ എന്നുള്ളൊരു അഭിപ്രായം ഈ ഒരു കമ്മിറ്റിയിലെ ഉയർന്നു വരികയാണ്. മലയാള നാടകവേദിയിൽ ശ്രദ്ധിക്കപ്പെട്ട, അതായത് ഈ നാടകത്തിന്റെ മൂലരൂപം എന്ന് പറയുന്നത് N ശശിധരനും EP രാജഗോപാലനും കേളു എന്ന നാടകത്തിന്റെ മൂലരൂപം എന്ന് പറയുന്നത് വിദ്വാൻ പി കേളുനായർ ജീവിതവും കൃതികളും എന്ന K ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ജീവചരിത്ര കൃതിയിൽ നിന്നാണ്. അപ്പോ നെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടുന്ന ഒരു പോയിന്റ് ആണ്, വിദ്വാൻ പി കേളുനായരുടെ ജീവചരിത്ര കൃതി എഴുതിയത് ആരാണ്? K ബാലകൃഷ്ണൻ നമ്പ്യാരാണ്. ആ കൃതിയുടെ പേരെന്താണ്? വിദ്വാൻ പി കേളുനായർ ജീവിതവും കൃതികളും എന്നാണ് ആ ജീവചരിത്ര കൃതിയുടെ പേര്. കേളുനായരെ കുറിച്ചുള്ള പഠന ഗവേഷണങ്ങൾക്ക് പുതുജീവൻ നൽകിയതിൽ K ബാലകൃഷ്ണൻ നമ്പ്യാരുടെ പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
അത്തരത്തിലെ കേരള നാടക സാഹിത്യ രംഗത്തും സാംസ്കാരിക രംഗത്തുമെല്ലാം എന്താണ് ഒരു നക്ഷത്രമായി ജ്വലിച്ചു നിന്നിരുന്ന കേളുനായരെ ഒരു കഥാപാത്രം, ഒരു നാടകത്തിലെ ഒരു ചെറിയ കഥാപാത്രമാക്കി മാറ്റുവാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക ബാലകൃഷ്ണ നമ്പ്യാരെ ഈ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് പറയാണ്. എന്നാൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഈ നാടകം എഴുതാമെന്ന് ആർക്ക് സമ്മതിക്കേണ്ടി വരികയാണ്? കെ ബാലകൃഷ്ണൻ നമ്പ്യാർക്ക് സമ്മതിക്കേണ്ടി വരികയാണ്. ഒരുപാട് വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാതുക പട്ടാഭിഷേകം പുതിയ രീതിയിൽ അവതരിപ്പിച്ചാൽ എന്താ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഈ പാതുക പട്ടാഭിഷേകത്തിലാണ് ുള്ളത്. അപ്പോ നെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ശ്രദ്ധിക്കുക. സ്മരിപ്പിൻ ഭാരതീയരെ എന്നുള്ള നാടക ഗാനം എഴുതിയത് ആരാണ്? വിദ്വാൻ പി കേളുനായരാണ്. ഏത് നാടകത്തിന്റെ ഉള്ളിലെ ഗാനമാണത്? പാതുക പട്ടാഭിഷേകത്തിന്റെ ഉള്ളിലെ ഗാനമാണത്. അപ്പൊ പറയാണ് അദ്ദേഹത്തിന്റെ കേവലം ഒരു കൃതിയല്ല, അദ്ദേഹത്തിന്റെ ജീവിതമാണ് ഇന്നത്തെ ആളുകൾ കാണേണ്ടത് എന്ന് പറയുകയാണ്. മലയാളത്തിലെ ജനകീയ നാടക പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട ആളാണ് വിദ്വാൻ പി കേളുനായർ എന്നും വെറുതെ ജീവിച്ചു മരിച്ച ഒരാളല്ല കേളുനായർ എന്നും കെ മാധവൻ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്ത് തീരുമാനിക്കുകയാണ്? ആ കമ്മിറ്റി എന്ത് തീരുമാനിക്കുകയാണ്? കെ ബാലകൃഷ്ണൻ നമ്പ്യാരെ കുറിച്ചിട്ട് ഒരു നാടകം എഴുതി അവതരിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ രംഗം ഇരുണ്ട് തെളിയുന്ന സമയത്ത്, മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത രംഗത്തിലേക്ക് കടക്കുന്ന സമയത്ത് നാടകം എഴുതി പൂർത്തിയാക്കാൻ കഴിയാതെ ബാലകൃഷ്ണൻ നമ്പ്യാർ പ്രയാസത്തിലാകുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ ആ അവസരത്തിലെ അവിടെ ചുവന്ന പട്ടു ചുറ്റിയിട്ട് കേളുനായർ പ്രത്യക്ഷപ്പെടുകയാണ്. സുപ്രധാനമായിട്ടുള്ള പല രംഗത്തിലും ഇത്തരത്തിൽ കേളുനായർ നാടകത്തിലെ കടന്നു വരുന്നുണ്ട്. ബാലകൃഷ്ണൻ നമ്പ്യാർ ഞെട്ടിത്തെറിക്കുകയാണ്. ആരെങ്കിലും ആദ്യ അവസാനക്കാരനായിരുന്ന എന്നെ ഇനിയും വിഷയം ആര് ചോദിക്കുന്നുണ്ട്? വിദ്വാൻ പി കേളുനായരെ ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇതൊരു ചരിത്ര നാടകമായിരിക്കില്ല എന്ന്, അതായത് കേവലം അദ്ദേഹത്തിന്റെ ചരിത്രം, ജീവിതം മാത്രം പറയുന്ന നാടകമായിരിക്കില്ല എന്ന് കേളുനായർക്ക് ബാലകൃഷ്ണൻ നമ്പ്യാരെ ഉറപ്പു കൊടുക്കുകയാണ്. സ്വയം ജീവിതം അവസാനിപ്പിച്ചതിൽ ഇപ്പോൾ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് വിദ്വാൻ കേളുനായർ പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. അതൊരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അദ്ദേഹം ഇല്ല എന്നുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. വീണ്ടും വെളിച്ചം ഇരുണ്ട് തെളിയുകയാണ്. പിന്നെ നമ്മൾ അരങ്ങിൽ കാണുന്നത് കേൾവിക്കാരിൽ AC കണ്ണൻ നായരെ, KT കുഞ്ഞിരാമൻ നമ്പ്യാർ തുടങ്ങിയവരെല്ലാവരും ഉണ്ട്. ഖദർ ധരിക്കേണ്ടതിന്റെയും ചീമയിലെ മിൽത്തുണി ഉപേക്ഷിക്കേണ്ടതിനെയും കുറിച്ചിട്ട് കേളുനായർ പ്രസംഗിക്കുന്നുണ്ട്. കേളുനായരുടെ ഈ പ്രസംഗം വളരെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രസംഗമാണ്. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തെ ചെറുത്തു നിൽക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മുറയായിരുന്നു ബ്രിട്ടീഷ് വസ്തുക്കൾ, വിദേശീയ വസ്തുക്കൾ വർജിക്കുക എന്നുള്ളത്. അത്തരത്തില് വിദേശീയമായിട്ടുള്ള മിൽത്തുണികൾ കൊണ്ട് ഉപയോഗിച്ചുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുകയും ഖാദിയിൽ നൂൽനൂറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കാനും ജനങ്ങളെ ഉദ്ഘോഷിച്ചുകൊണ്ട് കേളുനായർ പ്രസംഗം നടക്കുന്നുണ്ട്. അതിലെ ഒരു പ്രധാന അനോട്ടേഷൻ വരുന്നുണ്ട്. ആ പ്രസംഗം അങ്ങനെ തന്നെ നാടകത്തിൽ ഉണ്ട്. ആ അനോട്ടേഷൻ ഇങ്ങനെയാണ്, നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഉടല് കൊണ്ട് മാത്രമല്ല ഉടുപ്പ് കൊണ്ടും നാം ഭാരതീയരായിരിക്കണം. ഉടല് കൊണ്ട് മാത്രമല്ല ഉടുപ്പ് കൊണ്ടും നാം ഭാരതീയരായിരിക്കണം. അപ്പോ വിദ്വാൻ പി കേളുനായരെ കുറിച്ച് സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ ചിന്ത എന്നുള്ളത് അത്രയും ശക്തമായ ചിന്തയായിരുന്നു. ഉടലുകൊണ്ട് മാത്രമല്ല ഉടുപ്പ് ാണ് അദ്ദേഹം വാർത്തെടുക്കാനായിട്ട് ശ്രമിച്ചത്. ഗാന്ധിജി പിന്തുടരുന്ന മാർഗം അതുപോലെ തന്നെ ആര്? വിദ്വാൻ പി കേളുനായർ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗ നാടകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട അനോട്ടേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഉടലുകൊണ്ട് മാത്രമല്ല ഉടുപ്പ് കൊണ്ടും നാം ഭാരതീയരായിരിക്കണം. അനോട്ടേഷൻ സന്ദർഭം ഏത് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ N ശശിധരനും EP രാജഗോപാലും ചേർന്ന് എഴുതിയ കേളു നാടകത്തിലെ കേളുനായർ പ്രസംഗിക്കുന്ന പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് എഴുതണം? ആൻസർ എഴുതേണ്ടത്. വീണ്ടും രംഗം തെളിയുകയാണ്. ഗദർമുണ്ട് ധരിച്ചൊരു യുവാക്കള് പോസ്റ്റർ, ചിലര് വിളക്കുകൾ തുടച്ചു വെക്കുന്നതും കുരുത്തോല ചെയ്യുന്നതും ഒക്കെയാണ് രംഗത്തില് കാണുന്നത്. അതായത് അന്നത്തെ കാലഘട്ടത്തില് ഒരു ഒക്ടോബർ ഗാന്ധിജി നീലേശ്വരം സന്ദർശിക്കുന്നുണ്ട്.
അപ്പോ നീലേശ്വരം സന്ദർശിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിന് അതിനുവേണ്ടി പ്രവർത്തിക്കാന് ഒരു കിഴി അതിലേക്ക് സംഭാവന ചെയ്യാനൊക്കെ ഗാന്ധിജി ഉദ്ദേശിക്കുന്നുണ്ട്. അതിലേക്കുള്ള ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒത്തിരി പേര് ഉൾച്ചേർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു രംഗം തെളിഞ്ഞു വരുന്നത്. അപ്പൊ രംഗം തെളിയുമ്പോൾ പോസ്റ്റർ എഴുതുന്ന യുവാക്കൾ ഗാന്ധിജി നീലേശ്വരം എഴുതുന്നുണ്ട്. അവിടേക്ക് ഗാന്ധിജിയുടെ സഹപ്രവർത്തകനായ ചോട്ടാ ലാൽ ഭട്ട് വരുന്നു. അപ്പൊ നാടകത്തിൽ പിന്നീട് കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ് ചോട്ടാ ലാൽ ഭട്ട്. അദ്ദേഹം അറിയിക്കുകയാണ് ഗാന്ധിജി നീലേശ്വരത്ത് വരുന്നില്ല, കാസർഗോട്ടോ മംഗലാപുരത്തോ പോയി അദ്ദേഹത്തെ കാണേണ്ടി വരും എന്ന് പറയുകയാണ്. കണ്ണനായരും കേളുനായരും നിരാശരായി എങ്കിലും പിറ്റേ ദിവസം ഗാന്ധിജിയെ കാണാനായിട്ട് അവരെ യാത്ര തിരിക്കുകയാണ്. പോസ്റ്റർ അതായത് ഗാന്ധിജി നീലേശ്വരത്ത് വരുമ്പോൾ എന്താണ് അദ്ദേഹത്തെ പക്ഷെ അദ്ദേഹം വരുന്നില്ല എന്ന് അറിയിക്കുന്നു. ഗാന്ധിജി എത്ര വട്ടം കേരളം സന്ദർശിച്ചിട്ടുണ്ട് അറിയോ? ഗാന്ധിജി 5 വട്ടം കേരളം സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ. 5 വട്ടം കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ നീലേശ്വരത്ത് ഗാന്ധിജി വരുന്നില്ല എന്ന് ചോട്ടാലാൽ ഭട്ട് എന്താണ് അറിയിക്കുകയാണ്. പക്ഷെ ഇവർക്ക് സങ്കടമായി എങ്കിലും ഇവർ സ്വരൂപിച്ച തുക ഗാന്ധിജിക്ക് സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് പോകാനായിട്ട് എന്താണ് അവരെ തീരുമാനിക്കുകയാണ്. ഇപ്പൊ ഗോസായി ഭാഷ പറയുന്ന ചോട്ടാലാൽ ഭട്ടിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഗാന്ധിജി നീലേശ്വരത്ത് വരുന്നില്ലാകുന്നു. രംഗത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ വാഴ്ത്തി പ്രാർത്ഥന ചൊല്ലുന്ന ഒരു സ്കൂള്. ആ സ്കൂളിലെ പ്രാർത്ഥന നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടില്. അപ്പോൾ അവർ പറയുകയാണ് ഇത്തരം പ്രാർത്ഥനകൾ നിർത്തണമെന്ന് കണ്ണനായർ പറയുകയാണ്. ദേശീയ വിദ്യാലയങ്ങളിൽ ഇത് തന്നെ നടക്കുകയെന്ന് കേളുനായരും കണ്ണൻ നായരും കുഞ്ഞിരാമൻ നായരും നിഗമനത്തിൽ എത്തുന്നു. കാരണം ഭരിക്കുന്നത് ആരാണ്? ബ്രിട്ടീഷാണ് അല്ലെ. അപ്പൊ ദേശീയ വിദ്യാലയങ്ങളുടെ മാതൃകയിൽ ഒരു കണ്ണൻ നായർ പറയുന്നു ദേശീയ വിദ്യാലയങ്ങളിൽ എന്തായാലും ബ്രിട്ടീഷ് പ്രാർത്ഥന അവിടെ ഇത്തരത്തിലുള്ള പ്രാർത്ഥന നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു തീരുമാനത്തിന് എല്ലാവരും ശരിവെക്കുകയാണ്. അവർ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരെന്നിട്ട് ആ സ്കൂളിലെ ഒരു പേര് കണ്ടുപിടിക്കുകയാണ്. വിജ്ഞാനദായിനി എന്ന പേര് നമ്മൾ ആ സ്കൂളിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ എന്താണ് ഒരു പേരിടാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോ ഗാന്ധിജിയുടെ രീതിയിലുള്ള കുഞ്ഞിരാമൻ നമ്പ്യാരും കേളുനായരും ഒക്കെ ഈ ഒരു എന്താണ് തുടങ്ങാനായിട്ട് അവര് തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവർ അതിനു വേണ്ടിയിട്ട് പൈസ പിരിക്കാനായിട്ടൊക്കെ ആ ഒരു സന്ദർഭത്തിൽ അവര് തീരുമാനിക്കുകയാണ്. സ്കൂളില് പേരിടുകയും ചെയ്യുന്നുണ്ട്. അവിടെ രാജസ്തുതിക്ക് പഠിത്തം ആരംഭിക്കേണ്ടത് എന്ന് കേളുനായർ പറയുകയാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്കൂളിൽ സായിപ്പന്മാരെ സ്തുതിക്കുന്ന പാട്ടുകളല്ല, പകരം മാതൃഭൂമിയെ സ്മരിക്കണം എന്ന് കേളുനായർ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ രാജസ്തുതിക്ക് പകരം ആയിരിക്കണം പഠിത്തം ആരംഭിക്കുക. ഈ ഒരു സംഭാഷണം പറയുന്നത് ആരാണ്? കേളുനായരാണ്. സന്ദർഭം എഴുതുക എന്നുള്ളൊരു ചോദ്യം വരാ. അപ്പൊ കുഞ്ഞിരാമൻ നമ്പ്യാര് പറയുന്നുണ്ട് ജ്ഞാനത്തോടൊപ്പം ധർമ്മബോധവും രാജ്യസ്നേഹവും ആർജിക്കുന്ന ഒരു പുതിയ തലമുറയാകണം അവിടെ പഠിച്ചു വളരേണ്ടത്. അപ്പോ ബ്രിട്ടീഷിനെ അനുകൂലിച്ചുകൊണ്ടും ബ്രിട്ടീഷുകാർ പറയുന്ന രീതിയിൽ മാത്രമല്ല മാതൃകയിലായിരിക്കണം. പക്ഷെ നമുക്ക് നമ്മുടെ രാജ്യത്തിനെ അനുകൂലിച്ചും സ്നേഹിച്ചും വളരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്കൊരു വിദ്യാലയം ആരംഭിക്കണമെന്ന് ഇവര് ഇതിനെ പറയുകയാണ്. എന്നിട്ട് എന്തൊക്കെ വിഷയങ്ങളാണ് സ്കൂളിൽ ചർച്ച ചെയ്യുന്നുണ്ട്? ഏതൊക്കെയാണ്? നമുക്ക് കർണാടക ഭാഷ വേണം. അപ്പൊ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് മാതൃഭാഷയിൽ കുട്ടികളെ പഠിപ്പിക്കണമെന്ന്. അപ്പൊ ഇവര് ബോർഡറിൽ കിടക്കുന്നവരായതുകൊണ്ട് തന്നെ സംസ്കൃതം, മലയാളം, ഇംഗ്ലീഷ്, കർണാടകം 4 ഭാഷകൾ പഠിപ്പിക്കണം. പിന്നെ ചരിത്രം, ഭൂമിശാസ്ത്രം, കണക്ക്, നൂൽനൂൽപ്പ്, നെയ്ത്ത്, കായിക അഭ്യാസം എന്നിവയും സ്കൂളിൽ വേണം. അപ്പൊ നമുക്കറിയാം ഗാന്ധിജിയാണ് ബേസിക് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലും വേണമെന്ന് പറഞ്ഞത്
ഈ ഒരു സ്കൂളിലെ അധ്യാപകരായിട്ട് ആരൊക്കെ വേണമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഗാന്ധിജി തീരുമാനിച്ചതുപോലെ പഠനത്തോടൊപ്പം ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് തന്നെയാണ് വിജ്ഞാനദായിനി സ്കൂൾ പ്രാധാന്യം നൽകേണ്ടത് എന്നിവർ പറയുന്നുണ്ട്. ചരിത്രവും ഭൂമിശാസ്ത്രവും കണക്കിനൊപ്പം നൂൽപ്പും നെയ്ത്തും കായിക അഭ്യാസവും കുട്ടികൾ പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ മാഷുമാരെ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കേളുനായർ പറയുന്നുണ്ട് നമ്മൾ തന്നെ മാഷുമാരൊക്കെ എന്ന് പറയുന്നുണ്ട്. പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്ന് വിദ്വാൻ പരീക്ഷ വന്നിട്ടുള്ള ആളാണ് കേളു. പിന്നെ പോറോങ്കര കുഞ്ഞമ്പു എഴുത്തച്ഛന്റെ മോൻ, ഓനെ നമുക്ക് എന്ത് മാഷായിട്ട് കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. പൊറങ്കര കുഞ്ഞമ്പു എഴുത്തച്ഛന്റെ മോൻ ആരാണെന്നറിയോ? ഈ പൊറങ്കര കുഞ്ഞമ്പു എഴുത്തച്ഛന്റെ മോൻ പി കുഞ്ഞിരാമൻ നായർ, മഹാകവിയായിട്ടുള്ള കളിയച്ഛനൊക്കെ എഴുതിയിട്ടുള്ള പി കുഞ്ഞിരാമൻ നായർ. അപ്പോ അദ്ദേഹം പി കുഞ്ഞിരാമൻ നായരും പട്ടാമ്പി കോളേജിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ നമുക്ക് മാഷായിട്ട് കൊണ്ടുവരാം എന്ന് പറയുകയാണ്. എന്നിട്ട് കേളുനായർ വീണ്ടും ആവേശത്തോടു കൂടി പറയുകയാണ്, വിജ്ഞാനദായിനി സ്കൂളിൽ സായിപ്പന്മാരെ സ്തുതിക്കുന്ന പാട്ടുകളില്ല, പകരം മാതൃഭൂമിയെ സ്മരിക്കണം, മാതൃഭൂമിയെ നമിക്കണം, സ്മരിപ്പിൻ ഭാരതീയരെ, നമിപ്പിൻ മാതൃഭൂമിയെ. രണ്ടാമത് പിന്നീട് വരുന്നത് ആ സ്മരിപ്പിൻ ഭാരതീയരെ നമിപ്പിൻ മാതൃഭൂമി ഗാനം, നാടക ഗാനമൊക്കെ ഈ ഒരു നാടകത്തിന്റെ ഭാഗമായിട്ട് കടന്നു വരുന്നുണ്ട്. പിന്നീട് അടുത്ത രംഗത്തിൽ വരുന്നത് വിദ്വാൻ പി കേളുനായരുടെയും മീനാക്ഷിയുടെയും വിവാഹം കഴിഞ്ഞ സന്ദർഭമാണ്. പി കുഞ്ഞിരാമൻ നായരും കണ്ണൻ നായരും കുഞ്ഞിരാമൻ നമ്പ്യാരുടെയും ഒക്കെ ഒപ്പം ഖദർ വേഷം ധരിച്ചിട്ടാണ് കേളുനായർ വിവാഹത്തിന് എത്തുന്നത്. ഖദർ വേഷം ധരിച്ചിട്ടാണ് വിവാഹത്തിന് വരൻ എത്തുന്നത്. വധു മീനാക്ഷിയാണ്. ഇവരുടെ ഒരു കിടപ്പറ, ആദ്യരാത്രിയിലെ ഒരു കിടപ്പറ രംഗമാണ് അടുത്തതായിട്ട് വരുന്നത്. കേളുനായരും മീനാക്ഷിയും പരസ്പരം മനസ്സിലാക്കുന്ന ഒരു രംഗം കൂടിയാണ് ഇത്. എന്നിട്ട് മീനാക്ഷി റൂമിലുണ്ട്. വിദ്വാൻ പി കേളുനായർ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഷർട്ട് ഊരുകയാണ്. മീനാക്ഷി അത് തൊട്ടു നോക്കുകയാണ്. അപ്പൊ കല്യാണക്കോടി എന്താണ്? ഖദറാണ്. മുമ്പ് ഖദർ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു പോലും കണ്ടിട്ടില്ല. അപ്പൊ മീനാക്ഷി പറയാണ്, ഉള്ളിലും ഖദറാണ് എന്ന് എനിക്കറിയാം. അതായത് പുറത്ത് മാത്രം ഖദർ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഉള്ളിലും എന്താണ്? രാഷ്ട്രത്തെ കുറിച്ചിട്ടുള്ള സ്നേഹം, സ്വന്തം നാടിനോടുള്ള സ്നേഹമുണ്ട് എന്നുള്ള അർത്ഥത്തില് മീനാക്ഷി പറയുന്നുണ്ട്, ഉള്ളിലും ഖദറാണ് എനിക്കറിയാം. കേളുനായർ പറയാണ്, കോൺഗ്രസുകാർക്ക് നല്ല തറവാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടാത്ത കാലത്താണ് ഇത്, നീ എന്തിനു സമ്മതിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, സമ്മതോ? എന്നോടോ? കുഞ്ഞമ്മാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കണിയാനോട് ചോദിച്ച തീയതിയും തീരുമാനിച്ചു. അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും സ്ത്രീയുടെ അനുവാദം അല്ലെങ്കിൽ സമ്മതം വിവാഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സൂചനയാണ് ആരെ കുറിച്ച്? മീനാക്ഷിയുടെ ഈ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ കേളുനായർ ചോദിക്കുന്നുണ്ട്, അപ്പൊ നിനക്ക് സമ്മതം? മീനാക്ഷി പറയുന്നുണ്ട്, പെണ്ണുങ്ങളുടെ സമ്മതം ആറ് നോക്കുന്നു? പിന്നെ ലങ്കാദഹനം നാടകത്തിൽ രാമൻ കടന്നു വരുന്നത്. ഖദർ ധരിച്ചിട്ട് കേളുനായർ വിവാഹ മണ്ഡപത്തിൽ എത്തുന്നു. ആദ്യരാത്രിയിൽ നാടകത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഖദറിനെ കുറിച്ചിട്ടൊക്കെ അവർ സംസാരിക്കുന്നു. സ്ത്രീകൾ വീടിനകത്തു മാത്രം ഒതുങ്ങിക്കൂടെന്നും അവർ രംഗത്തിറങ്ങി പ്രവർത്തിക്കണമെന്നും കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ ഭാര്യ മാധവി അമ്മയെ പോലെ. കടത്തനാട്ടെ കവിയത്രിയല്ലേ എന്നാ ചോദിക്കുന്നത്. അതാരാണ്? കടത്തനാട്ട് മാധവി അമ്മയാണ്. അതുപോലെ ആകണമെന്നും നൂൽക്കാനും പ്രസംഗിക്കാനും ജാഥ വിളിക്കാനും എല്ലാം തയ്യാറാവണമെന്നും കേളുനായർ മീനാക്ഷിയോട് പറയുന്നുണ്ട്. കേളുനായർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് തന്റെ ജീവിതം എന്ന് പറയുമ്പോൾ മീനാക്ഷി അതിനെ എതിര് നിൽക്കില്ല എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് കേളുനായർ പറയുന്നുണ്ട്, നിനക്ക് ഉറങ്ങാൻ തോന്നി ഉറങ്ങണം, ഒരു കാര്യത്തിലും എന്നെ കാത്തു നിൽക്കണ്ട, തിരക്ക് അത്രയ്ക്കുണ്ട്, യാത്രയും കുറെ ഉണ്ടാവും. ഈ ദേശീയ പ്രവർത്തനം എന്ന് പറയുന്നത് അത്ര സുഖമല്ല, വലിയ ത്യാഗം വേണ്ടി വരും. എനക്ക് വേണ്ട ശക്തി തരേണ്ടത് മീനാക്ഷിയാണ്. സാധാരണ പെണ്ണുങ്ങളെ പോലെ നീയുമായാലേ ഞാൻ തളർന്നു പോകും, ഒരുപാട് സഹിക്കേണ്ടി വരും, അടങ്ങിയിരിക്കാൻ എന്നെ കൊണ്ടാവൂല. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തോടുള്ള ആ ഒരു ആഭിമുഖ്യത്തെ വാക്കുകളില് നമുക്ക് തെളിഞ്ഞു കാണാനായിട്ട് പറ്റുന്നത്. എന്നിട്ട് ഈ ഒരു അവരുടെ വിവാഹരാത്രിയിൽ ആ രംഗം അവസാനിപ്പിച്ച് പിന്നീട് രംഗത്ത് നമ്മൾ കാണുന്നത് കേളുനായർ തന്നെ എഴുതിയ പാക്കനാർ ചരിതം എന്ന നാടകത്തിലെ ഒരു സംഭാഷണമാണ്, ഒരു രംഗാണ്. രംഗത്ത്
പാക്കനാർ ചരിതം എന്ന നാടകമാണ് നമ്മൾ കാണുന്നത്. യും കൂടി വന്നിട്ടുള്ള ഒരു സംഭാഷണ രംഗം. ആ സംഭാഷണത്തിൽ പ്രധാനമായിട്ടും അന്ന് നിലനിന്നിരുന്ന അയിത്തത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഒന്നാമൻ രണ്ടാമൻ എന്നിങ്ങനെ കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. പാക്കനാർ ചരിതത്തിന്റെ നാന്ദി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കടന്ന് വരുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ പാക്കനാർ ചരിതത്തിലെ പാട്ടുകളൊക്കെ നടന്നു വരുന്നുണ്ട്. പിന്നീട് വരുന്നത് ഒരു തമ്പ്രാനും പാക്കനാരുമാണ്. എന്നിട്ട് അവിടെ അയിത്തത്തിൻ്റെതായിട്ടുള്ള ഘടകങ്ങള് ചർച്ചയിലെ വരികയാണ്. ഒരാള് പറയാണ് തീണ്ടാതെ പോവാനായിട്ട് പറയാണ്. അപ്പൊ പാക്കനാർ ചോദിക്കുകയാണ്, തമ്പ്രാക്കന്മാരെ പൊറുക്കണം, ബ്രാഹ്മണനാണെന്ന് അറിയാൻ അടിഞ്ഞില്ല. ഇപ്പൊ രണ്ടാമൻ എന്നുള്ളൊരു കഥാപാത്രം പറയാണ്, തെമ്മാടി പയലെ, ബ്രാഹ്മണനാണെന്ന് ഉനക്ക് പാർത്താ തെരിയാതടാ, ഇന്ത പൂന്നൂൽ പാർത്തില്ലടാ തൂക്കുമരമേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പാക്കനാരെ കാണികളുടെ നേർക്ക് തിരിഞ്ഞിട്ട് ചോദിക്കാണ്, ഇമാതിരി മനോവൃത്തികളുമായി നടക്കുന്ന ഇവർക്ക് എവിടെയാണ് ഈശ്വര ബ്രാഹ്മണ്യം? അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് അനോട്ടേഷൻ ആയിട്ട് വരാം. ആരാരോട് പറഞ്ഞു? സന്ദർഭം വിശദമാക്കുക എന്നുള്ളത്. അപ്പൊ കേളു എന്ന നാടകത്തിന്റെ ഉള്ളിലൊരു നാടകം വരുന്നുണ്ട്. വിദ്വാൻ പി കേളു നായർ തന്നെ എഴുതി സംവിധാനം ചെയ്ത പാക്കനാർ ചരിതത്തിലെ ഒരു രംഗം ഈ നാടകത്തിന്റെ ഉള്ളിൽ കടന്നു വരുന്നുണ്ട്. അപ്പൊ പാക്കനാരെ വഴിയിൽ വെച്ചിട്ട് ബ്രാഹ്മണനെയും അദ്ദേഹത്തിന്റെ കയ്യാളുകളെയും കണ്ടുമുട്ടുകയാണ്. അപ്പൊ ആ പൂനൂല് കണ്ടാൽ നിനക്കറിയില്ലേ, തീണ്ടാതെ മാറി പോവാനായിട്ട് പറയാണ്. അപ്പൊ അവരോടായിട്ട് പാക്കനാര് പറയുകയാണ്, ഇങ്ങനെയുള്ള മനോവൃത്തികളുമായിട്ട് നടക്കുന്ന ഇവർക്ക് എവിടെയാണ് ബ്രാഹ്മണ്യം എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ജാതിയും മതവും ഒന്നും இந்த ഊരിലെ ഇല്ലയാ, നാങ്കൾ ബ്രാഹ്മണാർക്കും, നീ പറയനല്ലവാ പറയൻ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്താണ്, ഈ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ. അപ്പൊ പാക്കനാര് തിരിച്ചു മറുപടി പറയുന്നുണ്ട്, ഈശ്വര സൃഷ്ടിയിൽ നാം സമന്മാരല്ലയോ, നാം സേവിക്കുന്ന ഈശ്വരനെ തമ്മിൽ ഭേദമില്ലെന്നിരിക്കെ പിന്നെ എങ്ങനെ വന്നു ഈ ഭേദം? ദൈവത്തിനെ എല്ലാ ജനങ്ങളും തന്റെ സൃഷ്ടികളെല്ലാതും ഒന്നുപോലെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ജാതിഭേദം ജനങ്ങൾക്കുള്ളിൽ വന്നത്? അപ്പൊ ഒന്നാമൻ പറയുകയാണ്, ചാതുർവർണ്ണ്യം മായാസൃഷ്ടം, ചാതുർവർണ്ണ്യം മായാസൃഷ്ടം. അപ്പൊ ഈ ഡയലോഗ് ഈ നാടകത്തിൽ പറയുന്നത് ആരാണ്? കേളു എന്ന നാടകത്തിന്റെ ഉള്ളിലെ പാക്കനാർ ചരിതം എന്നുള്ള ഒരു നാടകം വരുന്നുണ്ട്. അതിലെ ഒന്നാമൻ, തമ്പ്രാന്റെ കൂടെയുള്ള ഒന്നാമൻ എന്നുള്ള കഥാപാത്രമാണ് ഈ ഒരു സംഭാഷണം പറയുന്നത്. അതായത് ചാതുർവർണ്ണ്യം മായാസൃഷ്ടമാണ്, ആരുണ്ടാക്കിയതാണെന്നൊന്നും അറിയില്ല, അതുണ്ട് സമൂഹത്തില്, അത് നമ്മൾ ആചരിക്കുക തന്നെ വേണമെന്ന് പറയുകയാണ്. എന്നിട്ട് ആ ഒരു രംഗം അവിടെ തീരുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് മീനാക്ഷിയുടെ അച്ഛൻ ധേർമൻ നായരെ ഇവരെ കാണാനായിട്ട് വരികയാണ്. ഭയങ്കര ദേഷ്യത്തിലാണ് ആള് വരുന്നത്. ഗാന്ധിജിയെയും കോൺഗ്രസിനെയും വിമർശിക്കുന്നുണ്ട്. കേളു നായർ ഈ കവിതയും നാടകവും സാമൂഹിക പ്രവർത്തനവുമായിട്ട് നടക്കുന്നത് ധേർമൻ നായർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇതൊന്നും വീട്ടിൽ നടക്കില്ല എന്ന് അയാൾ കേളു നായർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അപ്പൊ കേളു നായർ പറയാണ്, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നായരെയും പുലയരെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്ന സ്കൂൾ ഉണ്ടാക്കിയത് തെറ്റാണ് എന്ന് ധേർമൻ നായർ പറയുന്നുണ്ട്. അതിലൊരു തെറ്റില്ല എന്ന് കേളു നായർ തിരിച്ചും പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മുക്കാൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? അതായത് ഇങ്ങനെയൊക്കെ നടന്നിട്ട് നിനക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ കേളു നായർ പറയുന്നത്, നമ്മുടെ ഭാരതം സ്വതന്ത്രമായതിനു ശേഷമാണ് ഞാൻ അധ്യാപക വൃത്തിയിൽ നിന്ന് ശമ്പളം വാങ്ങുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ധർമ്മൻ നായർ പുച്ഛിച്ചുകൊണ്ട് ഒരുപാട് ഇയാളെ കുറെ ചീത്ത പറയുന്നുണ്ട്. ഇയാള് പറഞ്ഞിളക്കിക്കൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, കോൺഗ്രസും മതവും കാര്യങ്ങളും പരിഷ്കാരവുമായിട്ട് നടക്കുന്നത് എന്നൊക്കെ ധർമ്മൻ നായർ കേളു നായരുടെ കണക്കിനെ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ കേളു നായർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ തറവാടിത്തം? വഞ്ചിച്ചും തട്ടിപ്പറിച്ചും കാരണവന്മാരുണ്ടാക്കിയ സ്വത്ത് തിന്ന് സുഖിച്ച് ഏമ്പക്കം വിടുന്നതല്ലേ ഈ തറവാടിത്തം? ആരും ആരെയും വഞ്ചിക്കാത്ത, എല്ലാവരും സുഖമായി ജീവിക്കുന്ന ഒരു വലിയ തറവാടാണ് എന്റെ സ്വപ്നം എന്നും ആര് പറയുന്നുണ്ട്? കേളു നായരെ പറയുന്നുണ്ട്. എന്നിട്ട് മറ്റേ പാതുക പട്ടാഭിഷേകത്തിലെ ഭാഗമാണ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പിന്നീട് അരങ്ങില് എത്തുന്നത്. പാതുക പട്ടാഭിഷേകത്തിലെ
സീത ശ്രീരാമൻ. ശ്രീരാമൻ എങ്ങോട്ട് പോവാണ്? വനവാസത്തിനായിട്ട് പോവുകയാണ്. അപ്പൊ സീത എന്ത് പറയുന്നു? കല്ലാണെങ്കിലും മുള്ളാണെങ്കിലും കാടാണെങ്കിലും എവിടെയാണെങ്കിലും ഭർത്താവ് സമേതനയായിട്ടിരിക്കുക, ഭർത്താവ് ഭാര്യയോട് കൂടി ഇരിക്കുന്നതാണ് ഭാര്യയ്ക്ക് സന്തോഷം. അതുകൊണ്ട് എന്താണ്, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അതായത് മീനാക്ഷി ഇവിടെ ആരുടെ കൂടെയാണ്? സ്വന്തം അച്ഛൻ വന്ന് വഴക്ക് പറഞ്ഞിട്ടും മീനാക്ഷി സ്വന്തം ഭർത്താവിന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നതിനെ സൂചിപ്പിക്കാനായിട്ട് പാതുക പട്ടാഭിഷേകത്തിലെ രംഗമാണ് വരുന്നത്. അപ്പൊ കേളു എന്നുള്ള നാടകത്തിലെ എന്താണ്, നാടകത്തിന്റെ ഉള്ളിൽ തന്നെ രണ്ട് നാടകങ്ങൾ വരുന്നുണ്ട്. ഒന്ന് പാക്കനാർ ചരിതവും മറ്റൊന്ന് ഏതാണ്, പാതുക പട്ടാഭിഷേകവുമാണ് വരുന്നത്. ആരെയാണ്? നമ്മുടെ ഈ നാടകം എഴുതിക്കൊണ്ടിരിക്കുന്ന ബാലകൃഷ്ണ നമ്പ്യാരെയാണ്. ബാലകൃഷ്ണ നമ്പ്യാരുടെ എഴുത്തുമുറിയിലേക്ക് വെളിച്ചം എത്തുമ്പോൾ അയാൾ മുമ്പ് കണ്ടതിലും അസ്വസ്ഥനാണ്. അയാൾ കേളു നായരെ കുറിച്ച് സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 72-ാം വയസ്സിൽ അന്തരിച്ച കവി പി കുഞ്ഞിരാമൻ നായർ അതേ പ്രായത്തിൽ അയാൾക്ക് മുമ്പില് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആരെ? കവി പി കുഞ്ഞിരാമൻ നായർ. അപ്പോ പി കുഞ്ഞിരാമൻ നായരിനെയാണ് നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നത്? വാക്കുകളുടെ മഹാബലി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോ കവി ആരുടെ മുമ്പില് പ്രത്യക്ഷപ്പെടാണ്? ബാലകൃഷ്ണൻ നമ്പ്യാരുടെ മുമ്പിലെ പ്രത്യക്ഷപ്പെടാണ്. നാടകം എഴുതി തീർന്നില്ലേ ബാലകൃഷ്ണ എന്ന് കവി ചോദിക്കുന്നുണ്ട്. സ്തബ്ധനായി പോയ ബാലകൃഷ്ണൻ തൊഴുകൈകളോടെ മഹാകവി എന്ന് പറയുന്നു. ഈ മഹാകവിയായിട്ട് ഇവിടെ വരുന്നത് ആരാണ്? പി കുഞ്ഞിരാമൻ നായർ. കേളുവേട്ടന്റെ ജീവിതം എഴുതി വെച്ചയാൾക്ക് നാടകം എഴുതാൻ ബുദ്ധിമുട്ടോ എന്ന് കവി ചോദിക്കുമ്പോൾ താൻ എഴുതി വെച്ചതിനും അപ്പുറത്തുള്ള കേളുനായരുടെ ജീവിതമാണ് തന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ബാലകൃഷ്ണൻ നമ്പ്യാർ പറയുന്നു. കവിക്കും നാടകകൃത്തിനുമിടയിൽ ഈ സമയം കേളുനായർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കവിയും കേളുനായരും അവരുടെ ജീവിതങ്ങളെയും മറ്റുള്ളവർ അവരെ കുറിച്ച് പറഞ്ഞതിനെയും വിലയിരുത്തുന്നു. അതായത് കവിയും കേളുനായരും തമ്മിലുള്ള ഒരു സംഭാഷണം ഇതിന്റെ ഉള്ളില് കടന്നു വരുന്നുണ്ട്. അതായത് കവി കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് ഭക്തകവി. അതായത് പി കുഞ്ഞിരാമൻ നായർക്ക് കിട്ടിയിട്ടുള്ള ഒരു വിശേഷണമാണ് ഭക്തകവി എന്നുള്ള വിശേഷണം. എന്നിട്ട് അയാൾ തന്നെ എന്താണ്, തലകൊടയാണ്. അങ്ങനെയല്ല. കേളുനായർ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് സ്വയം പറയുകയാണ് സംഗീത നാടകക്കാരൻ. അദ്ദേഹത്തിന് കിട്ടിയ വിശേഷണമാണത്. എന്നിട്ട് അദ്ദേഹം എന്താണ്, ആ കണ്ണാടിയിൽ ഇതൊക്കെ രംഗം കേട്ടോ, എന്നിട്ട് ആ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് പറയാണ് അല്ല. കവി പറയുകയാണ് കാൽപ്പനികൻ. അങ്ങനെ ഒരു വിശേഷം തനിക്ക് ചേരില്ല. കേളുനായർ പറയുകയാണ് ദേവകഥാപാത്രങ്ങൾക്ക് അരങ്ങൊരുക്കിയവൻ. അത് മാത്രമല്ല, പിന്നെ രണ്ടുപേരും കവിയും കേളുനായരും സദസ്സിന് അഭിമുഖം നിന്നിട്ട് പറയുകയാണ്, കേളുനായർ കവിയെ കുറിച്ച് പറയുകയാണ് വാക്കുകളുടെ മഹാബലി. കവി കേളുനായരെ കുറിച്ച് പറയുകയാണ് മേഘജ്യോതിഷിന്റെ ക്ഷണിക ജീവിതം. ഇത്തരത്തിൽ അവർ പരസ്പരം അവർക്ക് കിട്ടിയിട്ടുള്ള മറ്റുള്ളവർ അവരെ കുറിച്ച് പറഞ്ഞതിനെ പറ്റിയും വിശേഷിപ്പിച്ചതിനെ പറ്റിയും എല്ലാം വിലയിരുത്തുന്നുണ്ട്. ഇതിനിടയിലെ നമ്മുടെ പി കുഞ്ഞിരാമൻ നായരുടെ ഒരു ആത്മകഥയെ കുറിച്ചുള്ള പരാമർശം വരുന്നുണ്ട്. പി കുഞ്ഞിരാമൻ നായരും ബാലകൃഷ്ണൻ നമ്പ്യാരും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഇടയില് പറയുന്നുണ്ട്, ഭക്തകവി എന്നും മഹാകവി എന്നും പല പട്ടങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിലും എന്റെ കാൽപ്പാടുകൾ ആദ്യം പതിഞ്ഞത് ഇവിടെയാണ്, കേളുവേട്ടൻ ഉഴുതൊരുക്കിയ ഈ മണ്ണിൽ. അതായത് മഹാകവിയെ വളരാൻ അനുവദിച്ചിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്താണ്, നമ്മുടെ വിജ്ഞാനദായിനി സ്കൂളിലെ അധ്യാപകൻ എന്നുള്ള ആ ഒരു റോള്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് ജീവിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്റെ അധ്യാപകനായിട്ടുള്ള ജീവിതം. അതിന് സഹായിച്ചത് ആരാണ്? വിദ്വാൻ പി കേളുനായരാണ്. അപ്പൊ ബാലകൃഷ്ണൻ നമ്പ്യാർ പറയുകയാണ് കവിയുടെ കാൽപ്പാടുകളിൽ ഞാനത് വായിച്ചിട്ടുണ്ട്. എന്താണ് ഈ കവിയുടെ കാൽപ്പാടുകൾ? പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ, 3 ആത്മകഥാംശമായിട്ടുള്ള കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടി, എന്നെ തിരയുന്ന ഞാൻ. അതിൽ കവിയുടെ കാൽപ്പാടുകളിൽ വിദ്വാൻ പി കേളുനായരെ കുറിച്ചിട്ടുള്ള ഭാഗം വരുന്നുണ്ട്. അപ്പൊ നെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ ഏതാണ്? 3 ഉണ്ട്. അതിൽ കേളു എന്ന നാടകത്തിൽ പരാമർശിക്കപ്പെടുന്ന ആത്മകഥ ഏതാ? കവിയുടെ കാൽപ്പാടുകളാണ്. ഈ ഒരു രംഗം അവസാനിക്കുന്നത്, ഈ ഒരു രംഗത്ത് ആരൊക്കെയുണ്ട്? മഹാകവി പി കുഞ്ഞിരാമൻ നായരുണ്ട്, ബാലകൃഷ്ണൻ നമ്പ്യാരുണ്ട്, കേളുനായരുണ്ട്. ഈ ഒരു രംഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. കവി കേളുനായർ ചോദിക്കുകയാണ് നമ്മൾ ആരാണ്, എന്തിനാണ് കണ്ണാടികൾ എന്ന്. കവി കുഞ്ഞിരാമൻ നായർ അതിന് നമ്മൾ കലാകാരന്മാർ, നമുക്ക് കണ്ണാടികൾ വേണ്ട. കേളുനായർ മറുപടി പറയുകയാണ് ജീവിതത്തിന്റെ വെറും കണ്ണാടിയല്ല കല എന്നുള്ളത്. പ്രസിദ്ധമായിട്ടുള്ള 2 വാക്കുകളാണ്. മഹാകവി പറയുന്നു നമ്മൾ കലാകാരന്മാരാണ്, നമുക്ക് കണ്ണാടികൾ വേണ്ട എന്ന്. കേളുനായർ അതിന് പിന്താങ്ങിക്കൊണ്ട് മറുപടി പറയുകയാണ് ജീവിതത്തിന്റെ വെറും കണ്ണാടിയല്ല കല.
ചിലപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് വിശദമാക്കുക, സന്ദർഭം വിശദമാക്കുക എന്നൊക്കെ ചോദ്യം ചോദിക്കാം. കേളു എന്ന നാടകത്തിലെ ബാലകൃഷ്ണൻ നമ്പ്യാരും മഹാകവി പി കുഞ്ഞിരാമൻ നമ്പ്യാരും കേളുവും കൂടിയുള്ള ആ ഒരു രംഗത്ത് വരുന്ന സംഭാഷണമാണ്. കലാകാരന്മാരുടെ കണ്ണാടികളാണോ, സമൂഹത്തിന്റെ കണ്ണാടികളാണോ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണോ അവരിലൂടെ എഴുത്തിലൂടെ പ്രതിഫലിക്കുന്നത് എന്നതിനൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്. നോട്ട് ചെയ്യുക. ഈ ഒരു രംഗം കഴിഞ്ഞിട്ട് അടുത്ത രംഗം തുടങ്ങുന്നത് കേളുനായരുടെ മുറി കാണിച്ചുകൊണ്ടാണ്. മുറിയിൽ അദ്ദേഹം പത്രം വായിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലെ കണ്ണിൽ ഒരു വാർത്ത പെടുകയാണ്. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഹാജരാക്കിയ പ്രമേയം അയിത്തോച്ചാടനം. ചോദ്യം, നെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചതാര്? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് ഈ ഒരു പ്രമേയം ഹാജരാക്കുന്നത്. അയിത്തമാകുന്ന അനാചാരത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട് അന്ന് പയ്യന്നൂരിൽ വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 4ാം സംസ്ഥാന കോൺഗ്രസ് നടക്കുന്ന സമയത്താണ് അദ്ദേഹം അപേക്ഷിക്കുന്നത്, ഈ പ്രമേയത്തിലൂടെ അപേക്ഷിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് അദ്ദേഹം വായിക്കുന്നുണ്ട്. ആ സമയത്ത് മീനാക്ഷി കടന്നു വരികയാണ്. മീനാക്ഷി പറയുകയാണ്, നിങ്ങൾ പകുതിയായിട്ട് എഴുതി വെച്ചിട്ടുള്ള നാടകം ഞാൻ വായിച്ചു. അതിൽ എന്റെ അച്ഛൻ ധർമ്മൻ നായരെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് എഴുതിയിട്ടുണ്ട്, അച്ഛൻ അതൊക്കെ കണ്ടാൽ ദേഷ്യം വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കേളുനായർ പകുതിക്ക് എഴുതി വെച്ച നാടകം മീനാക്ഷി എടുത്ത് വായിക്കുന്നു. അതിൽ സ്വന്തം അച്ഛനെയും മറ്റും വിമർശിച്ചത് മീനാക്ഷിക്ക് മനസ്സിലാവുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഈ നാടകം എഴുതി തീർക്കേണ്ടെന്നും അങ്ങനെ തീർത്ത ആളുകൾ മുഴുവൻ കേളുനാർക്ക് എതിരാവുമെന്നും ബന്ധുക്കൾ കൂടി ശത്രുക്കളാകുമെന്നൊക്കെ മീനാക്ഷി ആരോട് പറയുന്നുണ്ട്? കേളുനായരോട് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ ഒരു ഇതില് ഇവരുടെ മകനായിട്ടുള്ള ദാമു കടന്നു വരുന്നുണ്ട്. ദാമു കുഞ്ഞു കുട്ടിയാണ് കേട്ടോ, പക്ഷെ ദാമുവിനെ കുറിച്ചുള്ള പരാമർശം വരുന്നുണ്ട്. എന്നെ കുറിച്ചിട്ട് ഓർത്തില്ലെങ്കിലും മകനായിട്ടുള്ള ദാമുവിനെ ഓർക്കണമെന്നും മീനാക്ഷി കേളുനായരിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടുകൂടി കേളുനായർ അസ്വസ്ഥനാവുകയാണ്. ആ രംഗത്തോടു കൂടി അതവിടെ അവസാനിക്കുകയാണ്. ഇനി രംഗത്ത് ഒരു പാക്കനാർ പ്രതിമ വരികയാണ്. ആ പ്രതിമയോടാണ് പിന്നീട് ആര് സംസാരിക്കുന്നത്? നമ്മുടെ കേളുനായരെ സംസാരിക്കുന്നത്. കൺമഷി എടുത്ത് പ്രതിമയുടെ കണ്ണിൽ പുരട്ടുന്നുണ്ട്. പിന്നെ കുറ്റബോധത്താൽ അദ്ദേഹം പാക്കനാരെ എന്ന് വിളിച്ചിട്ട് അദ്ദേഹം ആ ഒരു പ്രതിമയോട് എന്താണ് മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ പാക്കനാരുടെ പ്രതിമ എന്നുള്ളത് ഒരു ബിംബാണ്. പാക്കനാർ ചരിതത്തിലൂടെ സമൂഹത്തിൽ നിന്ന് സാഹിത്യത്തെയൊക്കെ നിഷിദ്ധമായിട്ട് ഇദ്ദേഹം വിമർശിക്കുന്നത് ഈ പാക്കനാർ എന്നുള്ള കഥാപാത്രത്തെ വെച്ചിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ ഇദ്ദേഹം വേറൊരു നാടകത്തിലെ ഈ ധർമ്മൻ നായരെ കുറിച്ചിട്ട് പറയുമ്പോൾ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു തിന്മയുടെ പ്രതിരൂപം അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. മീനാക്ഷി എന്ന് പറയുന്ന സമയത്ത് ഇയാളെ ഭയങ്കര ആശയക്കുഴപ്പത്തിലാകുന്നു. സ്വന്തം കഥാപാത്രത്തിന്റെ മീതെ കരിവാരി തേക്കുന്ന രീതിയിൽ അദ്ദേഹം അസ്വസ്ഥനാകുന്നു എന്നുള്ളൊരു പ്രതീകാത്മകതയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് രംഗത്ത് വെളിച്ചം തെളിയുന്ന സമയത്ത് നടന്മാരോട് സംസാരിക്കുന്ന കേളുനായരെ നമുക്ക് കേൾക്കാം. സദാനന്ദ ഷേണായി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നാടകം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേളുനായര് കുറച്ച് പൈസ കടം വാങ്ങിയിട്ടുണ്ട്. അത് നാടകം കളിച്ച് കടക്കാരനായി തീർന്നു എന്നൊക്കെ സഹ നടന്മാർ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്. ഗാന്ധിജിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവര് കുറെ ഫണ്ട് സമാഹരിച്ചിട്ടുണ്ടോ, അതിൽ നിന്ന് 300 രൂപ എടുത്തിട്ട് നാളെ അദ്ദേഹത്തിന്റെ കടം വീട്ടുകയാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം നാടകം അവതരിപ്പിക്കുകയാണ്. അപ്പൊ നാടകം അവതരിപ്പിക്കുന്ന സമയത്ത് മീനാക്ഷി നാടകം കാണാൻ വരുന്നുണ്ട്. മീനാക്ഷി കുഞ്ഞിനെയും കൊണ്ടുവരികയാണ്, ധാമുവിനെ. എന്നിട്ട് മീനാക്ഷി പറയാണ്, ധാമുവിന് ഒട്ടും വയ്യ, ധാമുവിനെ ഡോക്ടറെ കാണിച്ചേ പറ്റൂ. അപ്പൊ ഇയാള് പറയാണ്, അതിന് എന്റെ കയ്യിൽ പൈസ ഇല്ല, നാടകം കളിച്ച് നടന്നിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലേ, കുഞ്ഞിന് അസുഖം വന്ന് കുഞ്ഞിനെ നഷ്ടപ്പെട്ട എന്തൊക്കെ ചെയ്യും എന്നൊക്കെ പരുഷമായി തന്നെ ഒരു അമ്മയുടെ വേവലാതിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആര് ചോദിക്കുന്നുണ്ട്? മീനാക്ഷി ചോദിക്കുന്നുണ്ട്. തീരെ സുഖമില്ല എന്ന് ധരിപ്പിക്കുന്നുണ്ട്. നാളെ കുഞ്ഞിനെ വൈദ്യരെ കാണിക്കാൻ പോലും പണമില്ലെന്ന സത്യം മീനാക്ഷി മനസ്സിലാക്കുന്നുണ്ട്. അവിടേക്ക് ധർമ്മൻ നായർ പിന്നീട് പ്രവേശിക്കുന്നുണ്ട്. നാടകത്തെയും സാഹിത്യത്തെയും കേളുനായരെയും അയാൾ ഒരുപോലെ അധിക്ഷേപിക്കുന്നുണ്ട്. മീനാക്ഷിയെ അയാൾ നിർബന്ധമായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. മീനാക്ഷിയും പോവുകയാണ്. കാരണം കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ കുഞ്ഞിനെ പാക്കനാർ ചരിതാണ്. പാക്കനാർ ചരിതത്തിലെ ആളെക്കൊല്ലി രംഗമാണ് അവിടെ കാണുന്നത്. അവിടെ ആ രംഗിൽ അവതരിപ്പിക്കുന്നത്. അപ്പോ ഈ ആളുടെ മനസ്സ് എന്ന് പറയുന്നത്, കേളുനായരുടെ മനസ്സ് കഥാപാത്രമായിട്ട് മാറുന്നു. അതേസമയം ഒരു അച്ഛൻ, ഒരു വ്യക്തി എന്ന നിലയിൽ മാറുന്നു. വളരെയധികം സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള സംഭാഷണത്തിലാണ് മലയാള നാടകങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ചിട്ട വേണം, തമിഴിനെ അനുകരിക്കണ്ട എന്നൊക്കെ ആര് പറയുന്നത്? കേളുനായര് തന്റെ സഹപ്രവർത്തകരോടൊക്കെ, നാടകത്തിലുള്ള മറ്റു നടന്മാരോടൊക്കെ പറയുന്നത്.
അവിടെ അദ്ദേഹം കുഴഞ്ഞു വീഴുന്നുണ്ട്. നടന്മാർ നിസ്സഹായരായിട്ട് അത് കണ്ടു നിൽക്കുന്നുണ്ട്. പിന്നീട് വെളിച്ചം വീഴുമ്പോൾ 4 വിദ്വാൻമാര് സദസ്സിലേക്ക് വരികയാണ്. അവർ കേളുവുമായിട്ട് ഒരു അക്ഷര ശ്ലോകത്തിൽ മത്സരിക്കുന്നു. കുറെ അക്ഷരങ്ങൾ ഇങ്ങനെ മാറി മാറി ചൊല്ലിയിട്ട് ഏറ്റവും ലാസ്റ്റ് കേളുവിനെ മാ എന്ന അക്ഷരത്തിൽ വന്നിട്ട് അദ്ദേഹം സ്റ്റക്കായി നിൽക്കാണ്. മാ എന്ന അക്ഷരത്തിൽ ചൊല്ലേണ്ട ശ്ലോകം കേളുവിന് കിട്ടുന്നില്ല. മരണം എന്നുള്ള വാക്ക് മാത്രമാണ് അദ്ദേഹത്തിന് പറയാനായിട്ട് പറ്റുന്നത്. മരണം എന്ന് പറയുന്ന വാക്ക്. അവരിങ്ങനെ കുറെ ശ്ലോകങ്ങളൊക്കെ ഇതിന് അപ്പൊ കേളുനായർക്ക് മായിൽ തുടങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹം ഉച്ചരിക്കുന്നുണ്ട്. വിദ്വാൻമാർ ഒരു വെല്ലുവിളി പോലെ മായ എന്നുള്ളത് ആവർത്തിക്കുന്നുണ്ട്. പെട്ടെന്ന് കേളുനായർ മായിൽ നിന്ന് മരണം എന്ന വാക്കിലേക്ക് എത്തിച്ചേരുന്നു. ആവർത്തിക്കുന്നു മരണം മരണം പ്രകൃതി ശരീരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തളർന്നു വീഴുകയാണ്. ചുറ്റും വിദ്വാൻമാരുടെ പൊട്ടിച്ചിരി അദ്ദേഹം കേൾക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇരുള് പരന്നു കഴിഞ്ഞതിന് ശേഷം തിമർത്തു പെയ്യുന്ന ഒരു മഴയില് മിന്നൽ വെളിച്ചത്തിലാണ് പിന്നെ അരങ്ങ് നമ്മൾ കാണുന്നത്. പാക്കനാരുടെ പ്രതിമയെ ചേർത്ത് പിടിച്ച് സംഘർഷത്തോടെ തടവുന്ന കേളു എന്ന കഥാപാത്രത്തെ നമുക്ക് കാണാം. നീ എനിക്കെന്നും ആയിരുന്നു എന്ന് പ്രതിമയോട് അദ്ദേഹം പറയുന്നുണ്ട്. നിന്നെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കേളു നായർ അറിയാതെ ആ ആശ്ലേഷം മുറുങ്ങുകയാണ്. അതായത് കഥാപാത്രം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങൾ, സമൂഹത്തോടുള്ള പ്രതിബദ്ധത, അയിത്തോച്ചാടനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ പാക്കനാർ എന്നുള്ള കഥാപാത്രത്തെ മുൻനിർത്തി അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പൊ ഒരിക്കലും അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ജീവിക്കാനോ പ്രവർത്തിക്കാനോ ചിന്തിക്കാൻ പോലും ആർക്ക് കഴിയുന്നില്ല? നമ്മുടെ കേളുവിനെ വിദ്വാൻ പി കേളുനായർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് പാക്കനാരുടെ പ്രതിമ കെട്ടിപ്പിടിച്ച് അദ്ദേഹം എന്ത് പറയുന്നത്? നിന്നിൽ നിന്ന് വിട്ടുപോകാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നത്. കേളുനായരുടെ മനസ്സിന്റെ സംഘർഷമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അദ്ദേഹം ആ പ്രതിമയുടെ കണ്ണുകൾ മാന്തിയെടുക്കുന്നുണ്ട്. പിന്നെ മറ്റു ഭാഗങ്ങൾ ഇപ്പോൾ തച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രതിമ എന്നിട്ട് വെറും ഒരു മൺകൂനയായിട്ട് തീരുകയാണ്. അത് കൈകളിൽ ഉയർത്തിപ്പിടിച്ച് ഇടനെഞ്ചു പൊട്ടി അയാള് കരയുകയാണ്. പാക്കനാരെ, എന്റെ പാക്കനാരെ എന്നുള്ള നിലവിളികള് നമ്മൾ ആ ഒരു രംഗത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നീട് തിരശീല താഴാണ്. അപ്പോ പാതുക പട്ടാഭിഷേക നാടകത്തിലെ ഒരു മുഹൂർത്തമാണ് കാണുന്നത്. കൈകേയിയും ദശരഥനും നടനം ചെയ്യുകയാണ്. പിന്നീട് അരങ്ങിലെ വെളിച്ചം പൊലിയുന്നു. ദശരഥന്റെ സമ്മർദ്ദവും ദുഃഖവും ആവാഹിച്ചതുപോലെ അവിൽപ്പൊതി തുടർന്ന് ഒന്നിച്ചെടുത്ത് വിഴുങ്ങുന്നു. വെള്ളം കുടിക്കുന്നു. നാടകപ്പെട്ടി കൈത്തട്ടി വലിയ ശബ്ദത്തോടു കൂടി വീഴുന്നു. മരണം വരിക്കാനായി അദ്ദേഹം നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഒരു മാത്രം നീണ്ടു നിൽക്കുന്ന മൗനം. അതോടുകൂടി അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പല ശബ്ദങ്ങളും കേൾക്കുകയാണ്. കുഞ്ഞിക്കേളു കടുപ്പം ചെയ്തേ, കേളേട്ടം പോയേ, കേളു മാഷ് പറ്റിച്ചേ. അതായത് ഇദ്ദേഹം എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം, ആത്മഹത്യ കൂടി ആയപ്പോൾ. അപ്പൊ തുടങ്ങിയ രോദനങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. കണ്ണൻ നായർ അടക്കമുള്ളവർ ഓടി വരുന്നു. താടി പിടിച്ചു നോക്കുന്നുണ്ട്. എല്ലാവരും നിലത്തിരിക്കുന്നു. പിന്നിലെ ചക്ക ധീരസ്വരത്തിൽ കരഞ്ഞുകൊണ്ട് സ്വയം കറങ്ങുന്നതായിട്ടുള്ള ഒരു ബിംബം കാണുന്നുണ്ട്. വെളിച്ചം സാവധാനം പൊലിയുന്നു. ഒരു ധീരദേശീയവാദിയായിട്ടുള്ള ഒരാളുടെ മരണത്തെയാണ് ആ രംഗത്തോടുകൂടി ചിത്രീകരിക്കുന്നത്. പിന്നീട് വെളിച്ചം തെളിയുന്ന സമയത്ത് മാതൃഭൂമി ദിനപത്രത്തിൽ കേളുനായരെ കുറിച്ച് വന്നിട്ടുള്ള ഒരു മുഖപ്രസംഗം വായിച്ചു കേൾക്കുകയാണ്. അതിനുശേഷം കോടി പുതപ്പിച്ച നായർ ഒഴുക്കിൽ എന്ന പോലെ രംഗത്തിലേക്ക് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലെ സ്മരിപ്പിൻ ഭാരതീയരെ എന്നുള്ള ഗാനം ഉയർന്നു കേൾക്കുകയാണ്. ഇതാണ് ഇന്ന് കഥാസന്ദർഭം എന്ന് പറയുന്നത്. കേളു എന്നുള്ള നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാസന്ദർഭം, ഇതിവൃത്തം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എസ്സേയും ഷോർട്ട് എസ്സേയും നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ നാടകത്തിന്റെ ഒരു സംഗ്രഹം എന്ന രീതിയിലും ഈ നാടകത്തെ കുറിച്ച് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന 2 പാരഗ്രാഫുകളാണ് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്നത്. അപ്പോ കേളു ഉടമ്പടിക്കോലം, ഈ 2 നാടകങ്ങളും ഒരുമിച്ച് കേളു എന്ന പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ഈ പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തിൽ അനുബന്ധമായിട്ട് 3 ലേഖനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഈ നാടകങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളാണ്. അതിൽ N പ്രഭാകരൻ എഴുതിയ ഓർമ്മകളുടെ ഉർവരത എന്നുള്ള ലേഖനത്തിൽ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നത്. N ശശിധരനും EP രാജഗോപാലനും ചേർന്ന് എഴുതിയ ഈ നാടകം രാഷ്ട്രീയ പ്രവർത്തകൻ, നാടകകൃത്ത്, നടൻ എന്നീ നിലകളിൽ അത്യുത്തര കേരളത്തിലെ പൊതുജീവിതത്തിൽ അല്പകാലം ജ്വലിച്ചു നിന്ന് ചെറുപ്രായത്തിൽ തന്നെ ആത്മഹത്യ ചെയ്ത വിദ്വാൻ പി കേളുനായരുടെ ജീവിതത്തിലെ വികാരസാന്ദ്രമായ മുഹൂർത്തങ്ങളുടെ സ്വതന്ത്രവും ഭാവനാപൂർണവുമായ പുനഃസൃഷ്ടിയാണ്. തീർത്തും അനർഭാടവും
അതിശക്തവുമായ രംഗഭാഷ്യത്തിലൂടെ മഞ്ജുളൻ എന്ന യുവ സംവിധായകൻ കേളുവിനെ അരങ്ങിലെ അവിസ്മരണീയമായ ഒരു ദൃശ്യാനുഭവമാക്കി മാറ്റി. അപ്പൊ ഈ ഒരു നാടകം രംഗത്ത് അവതരിപ്പിച്ചപ്പോൾ സംവിധാനം ചെയ്തത് മഞ്ജുളൻ എന്നുള്ള സംവിധായകനാണ്. കേളുവിൽ ഈ നൂറ്റാണ്ടിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് പ്രദേശത്തുണ്ടായ രാഷ്ട്രീയ ചലനങ്ങളിൽ ചിലത് ഇതിവൃത്തത്തിൽ സ്വാഭാവികമായി വന്നു ചേരുന്നുണ്ട്. അതിനു പുറമെ പാക്കനാർ ചരിതത്തിലെയും പാതുക പട്ടാഭിഷേകത്തിലെയും ചില ഭാഗങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച് രചയിതാക്കൾ കേളുനായരുടെ ജീവിത കഥയുടെ നാടകീയ ആവിഷ്കരണത്തിനുള്ള ഫലവത്തായ ഒരു ഘടകം കണ്ടെത്തുകയാണ് ചെയ്തത്. അതേസമയം മലയാള നാടകത്തിന്റെ ഗതകാലത്തിലേക്കുള്ള സഞ്ചാരമായും ആ നാടക ഭാഗങ്ങൾ പരിണമിക്കുന്നുണ്ട്. കുറിച്ചിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.